ഹലോ, വെൽക്കം ടു മൈ ചാനൽ കിമയ. അപ്പോൾ ഞാൻ പുതിയ ഒരു ഉടുപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. റാഗലൻ ഫ്രോക്കാണ്. അത് കുഞ്ഞു കുട്ടികൾക്കുള്ളതാണെങ്കിലും അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് വലുതാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15.5 ചെസ്റ്റ് 20 ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ലൂസ് കൂട്ടിയേക്കുന്നത് 20 തന്നെയാണ്. പിന്നെ നെക്ക് വിഡ്ത്ത്, നെക്ക് ലെങ്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുണി എടുക്കുന്നതെന്ന് വെച്ചാൽ 40 ഇഞ്ച് വീതി. 40 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ 20 ഒരു സൈഡ്, ഫ്രണ്ട് 20 ബാക്ക് 20, ലെങ്ത് 15.5. അപ്പൊ 40 ഇഞ്ച് വീതിയിലും 15.5 നീളത്തിലുമാണ് നമ്മൾ തുണി എടുക്കേണ്ടത്. എടുത്തിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്തിടുക. വീണ്ടും അതിനെ രണ്ടായി ഒന്നുകൂടെ മടക്കിയിടുക. മടക്കിയിട്ട് ആ മടക്ക് വശത്ത് നിന്നാണ് 5 ഇഞ്ച് കഴുത്ത് അകലം എടുക്കേണ്ടത്. ഇറക്കം എന്ന് പറയുന്നത് 1 ഇഞ്ചാണ് കേട്ടോ. ഇനി ഞാൻ തുണിയിൽ കാണിച്ചു തരാം. ഈ പിക്ചർ നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിനാണ് ഞാൻ ഈ പിക്ചർ വരച്ചിടുന്നത്. ഇനി ഞാൻ തുണി കാണിച്ചു തരാം എങ്ങനെ എടുക്കുന്നതെന്ന്. ഞാൻ 40 ഇഞ്ച് വീതിയിൽ 2 പീസ് തുണിയാണ് എടുത്തേക്കുന്നത്. ഈ തുണിയെ ഞാൻ വീണ്ടും രണ്ടായി മടക്കി വെക്കുകയാണ്. അപ്പൊ മടക്കിയിട്ട് കണ്ടല്ലോ, സിമ്പിൾ ഉടുപ്പാണ്. കുഞ്ഞു പിള്ളേർക്ക് തയ്ക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഉടുപ്പാണ്. അപ്പം എന്നിട്ട് ഈ മടക്ക് വശത്ത് നിന്ന് 1 ഇഞ്ചാണ് ഇതിൻ്റെ കഴുത്ത് ഇറക്കം വരുന്നത്. 1 ഇഞ്ച്. അകലം എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. പിന്നെ ഇവിടുന്ന് നേരെ താഴേക്കൊരു 2-2.5 ഇഞ്ചൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ടിങ് വരും. പിക്ചറിൽ ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഈ പൂക്കളുള്ള തുണിയാവുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പിക്ചർ നോക്കിയാൽ നന്നായി മനസ്സിലാവും. കണ്ടോ, ഇതാണ്. ഇനി അതിനുള്ള സ്ലീവ് നമ്മൾ വെട്ടിയെടുക്കണം. ഈ സ്ലീവ് എടുക്കുന്നത് നമുക്ക് എത്ര വേണേലും തുണി ഇതിനെ കൂട്ടിയെടുക്കാം സ്ലീവിന്. അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് സ്ലീവ് എടുക്കാം. എന്നാൽ അതിനൊരു അളവുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്താണ് സ്ലീവ് എടുക്കുന്നത്. ഇതുണ്ട്, ഫോൾഡ് ചെയ്ത് ഞാൻ 2 പീസ് തുണിയാണ് എടുത്തേക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് മീൻസ് ഇതാണ് ഫോൾഡ് ചെയ്ത ഈ ലെങ്ത് ഞാൻ കൊടുത്തേക്കുന്നത് ഒരു 6 ഇഞ്ചോ 8 ഇഞ്ചോ ഒക്കെ എടുക്കുക. ഞാൻ 7 എടുത്തേക്കുന്നത്. ബാക്കി കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. 9 എടുക്കാം. അത് നമ്മളുടെ തുണി ഉള്ളതുപോലെ നമുക്ക് ആ ഇത് എടുക്കാം. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വരേണ്ടത്, നമുക്ക് ഇഷ്ടം പോലെ ചുരുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം അതിനനുസരിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചാണ്. 6 ഇഞ്ച് എടുക്കാം, 7 ഇഞ്ച് എടുക്കാം, 8 ഇഞ്ച് എടുക്കാം. അത് ഇഷ്ടമുള്ള പോലെ. അപ്പം നമ്മൾ ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് വെട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ട, ഇത് ഇങ്ങനെ വെട്ടി കൊടുക്കുക. അപ്പൊ രണ്ടും നമുക്ക് ഒരേപോലെ വരും. ഓക്കെ, കണ്ട, ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പൊ ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന. ഇവിടുന്ന് ആ കൈ ഇത് ഇങ്ങനെ ഒരു വളവ് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ സ്ലീവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് ഇവിടെ ഇങ്ങനെ. ഇത്രയേ ഉള്ളൂ. കണ്ട, എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോ കണ്ടല്ലോ വെട്ടി വെച്ചേക്കണത് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി ഇതിങ്ങനെ നിവർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് ഈ സ്ലീവ് ഒരെണ്ണം ഇവിടെ യോജിപ്പിക്കുക, ഇപ്പുറത്ത് യോജിപ്പിച്ചതിന് ശേഷം ചുറ്റിനും ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് ഇടയിലൂടെ ചരടോ എലാസ്റ്റിക്കോ എന്തെങ്കിലും ഇട്ട് ക്ലിയർ ചെയ്ത് വലിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടുക. നല്ല ഉടുപ്പാണിത്. അപ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.